students, welcome to another lecture of engineering thermodynamics, and in today's class we will be discussing on the topic Clausius inequality. So Clausius inequality പഠിക്കുന്നത് നമ്മൾ continuation of Carnot theorem ആണ്. Carnot theorem നമ്മൾ പഠിച്ചു. Carnot theorത്തിന്റെ corollaries എന്തൊക്കെയാണ്, അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ corollary of Carnot theorem എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് മൊഡ്യൂൾ 2-ലെ, വിച്ച് ഈസ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് ഓർ ക്ലോഷ്യസ് ഇനീക്വാലിറ്റി. ഇറ്റ്സ് നോട്ട് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ്സ് ക്ലോഷ്യസ് ഇനീക്വാലിറ്റി. ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റും ക്ലോഷ്യസ് ഇനീക്വാലിറ്റിയും വ്യത്യാസമുണ്ട്. ഐ വിൽ സേ ഇറ്റ് അറ്റ് ദി ലാസ്റ്റ് ഓഫ് ദിസ് വീഡിയോ. സോ ക്ലോഷ്യസ് ഇനീക്വാലിറ്റി ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താണ് ഈ കൺസെപ്റ്റ് എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഫോർ ദാറ്റ് ജസ്റ്റ് വി വിൽ എക്സ്പ്ലെയിൻ വിത്ത് എ ഡയഗ്രാം. സോ നമ്മളൊരു T1 സോഴ്സിൽ നിന്ന് ഒരു എഞ്ചിന് പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഹീറ്റ് വലിച്ചെടുക്കുന്നു, സേ Q1, ആൻഡ് Q2 എമൗണ്ട് തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഇറ്റ് പ്രൊഡ്യൂസസ് എ വർക്ക് ആൻഡ് ഇറ്റ് ഈസ് സെറ്റ് ഔട്ട് ടു അനദർ സിങ്ക് വിത്ത് ടെമ്പറേച്ചർ T2. T1 ടെമ്പറേച്ചർ സോഴ്സിൽ നിന്ന് Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് വലിച്ചെടുക്കുന്നു, ഒരു എഞ്ചിനാണ്. ആ എഞ്ചിൻ വർക്ക് ഔട്ട്പുട്ട് തരുന്നു ആൻഡ് Q2 എമൗണ്ട് കൊടുക്കുന്നു ടു അനദർ സിങ്ക് തെർമൽ റിസർവർ വിത്ത് ടെമ്പറേച്ചർ T2. സോ നമുക്ക് ഓൾറെഡി അറിയാം, ഇതൊരു റിവേഴ്സിബിൾ എഞ്ചിൻ ആയിരുന്നെങ്കിൽ, ഇഫ് ദിസ് എഞ്ചിൻ വാസ് എ റിവേഴ്സിബിൾ എഞ്ചിൻ ആണെങ്കിൽ ഇറ്റ് പ്രൊഡ്യൂസസ് ദി മാക്സിമം എഫിഷ്യൻസി ആസ് പെർ കാർനോട്ട് തിയറം, അല്ലേ? സോ ഇതിന്റെ എഫിഷ്യൻസി ഇക്വേഷൻ എനിക്ക് എങ്ങനെ എഴുതാം? ഐ ക്യാൻ റൈറ്റ് ഡൗൺ ദി എഫിഷ്യൻസി ഇക്വേഷൻ ഓഫ് ദിസ് സെറ്റപ്പ് ആസ് 1 minus Q2 divided by Q1 based on the heat transfer. അത് റിവേഴ്സിബിൾ എഞ്ചിൻ ആയതുകൊണ്ട് എനിക്ക് എന്തും കൂടെ എഴുതാം. ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ ആസ് 1 minus T2 divided by T1. ഇങ്ങനെ എഴുതിക്കൂടെ? കാരണം കാർനോട്ട് എഞ്ചിൻ ആയിരിക്കും റിവേഴ്സിബിൾ എഞ്ചിൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് എ മാക്സിമം എഫിഷ്യൻസി ദാറ്റ് വി ക്യാൻ അറ്റൈൻ. അത് ടെമ്പറേച്ചറിന്റെ ബേസിസിലും എനിക്ക് എഴുതാൻ പറ്റും. ഇനിയിപ്പോൾ ഈ ഒരു റിവേഴ്സിബിൾ എഞ്ചിൻ അല്ലാതെ വേറൊരു റിവേഴ്സിബിൾ എഞ്ചിൻ എടുത്താലും അതിന്റെ ടെമ്പറേച്ചറും ഹീറ്റ് ട്രാൻസ്ഫർ എന്തായിരിക്കും നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ കാർനോട്ട് തിയറത്തിന്റെ കൊറോളറി ആയിട്ട് നമ്മൾ പഠിച്ചിരുന്ന ഒരു കൺസെപ്റ്റും കൂടെ നമുക്ക് ഇവിടുന്ന് അറ്റൈൻ ചെയ്യാൻ പറ്റും. എന്താണ്? ദാറ്റ് ഈസ് Q2 divided by Q1 can be equalized to T2 divided by T1, or rearranging this I can say Q1 by T1 is equal to Q2 by T2. Clear? Q1 by T1 is equal to Q2 by T2. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഇനിയിപ്പോൾ ഒരു സീരീസ് ഓഫ് എഞ്ചിൻസ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആൻഡ് അതിന് റെസ്പെക്റ്റീവ് ആയിട്ട് വർക്ക് ഔട്ട്പുട്ട് തരുന്നുണ്ടെങ്കിൽ വി ക്യാൻ റൈറ്റ് ഡൗൺ Q1 by T1 is equal to Q2 by T2 is equal to Q3 by T3 etc. It keeps on going. So നമ്മളിപ്പോൾ ഈ ഒരൊറ്റ സെറ്റപ്പ് മാത്രമാണ് കൺസിഡർ ചെയ്തത്. സോ വി ഹാവ് ഗോട്ട് ദിസ് കൺസെപ്റ്റ് ദാറ്റ് ഈസ് Q1 by T1 is equal to Q2 by T2. സോ ഇതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഞാൻ ഇതിനെ എല്ലാത്തിനെയും ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരും. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ ആസ് Q1 by T1 minus Q2 by T2 is equal to 0. Where did I get this from? From the previous equation. എന്താ ഞാൻ ചെയ്തത്? റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ടേമിനെ ഞാൻ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു. സോ മൈനസ് സൈൻ ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. Now come back to this diagram. We know that heat is being liberated from the system. ഇവിടെ സിസ്റ്റം അഥവാ എഞ്ചിനിൽ നിന്നാണ് ഹീറ്റ് എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് പുറന്തള്ളപ്പെടുന്നത്. ഇറ്റ് ഈസ് ബീങ് ലിബറേറ്റഡ്, അല്ലെ? സോ ലിബറേറ്റ് ചെയ്യപ്പെട്ട ഹീറ്റ് എനർജിയുടെ സൈൻ കൺവെൻഷൻ പ്രകാരം എന്ത് സൈൻ ആയിരിക്കും ഹീറ്റിന് വരിക? വർക്ക് ഗിവൺ ബൈ ദ സിസ്റ്റം ഈസ് പോസിറ്റീവ്, വർക്ക് ഗിവൺ ടു ദ സിസ്റ്റം ഈസ് നെഗറ്റീവ്. അതുപോലത്തെ സൈൻ കൺവെൻഷൻ ഹീറ്റ് എന്താ? ഹീറ്റ് ഗിവൺ ടു ദ സിസ്റ്റം ഈസ് പോസിറ്റീവ്, whereas heat liberated from the system will be negative. So actually ഈ Q2 എന്ന് പറയുന്നത് it will be a negative value. So I will write down it as minus of Q2. അത് പോസിറ്റീവ് ടേം ആയി കിട്ടാൻ വേണ്ടിയിട്ട് I write it down as minus Q2. So minus and minus will become plus. So I can write it down as Q1 by T1 plus Q2 divided by T2 is equal to 0. Clear ആണോ? The sum of the ratio of heat transfer to that temperature, അതിന്റെ സം, ആ സം എത്രയാണ് എനിക്ക് കിട്ടിയത്? I have got this as 0.
Now, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഞാനിവിടെ ഒരു റിവേഴ്സിബിൾ എഞ്ചിൻ ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. And since this work will be also the work corresponding to the reversible process. റിവേഴ്സിബിൾ കൺസെപ്റ്റ് ആകുമ്പോഴുള്ള കേസാണ് എന്ത് എനിക്ക് കിട്ടിയത്, എനിക്കിങ്ങനെ കിട്ടി. ഓർ എനിക്കിത് സീരീസ് ആയിട്ട് ഒരുപാട് എൻജിൻസ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഐ കുഡ് റൈറ്റ് ഡൗൺ ദിസ് ഇക്വേഷൻ ടു എ മച്ച് മോർ സ്മോളർ ടേം, അല്ലെങ്കിൽ ചെറിയ ഫാക്ടറായിട്ട് എഴുതാൻ പറ്റും. സിഗ്മ ഓഫ് ക്യൂ ബൈ ടി ഇൻ ദ സെൻസ് അതിപ്പോൾ ഫസ്റ്റ് വൺ ആണെങ്കിൽ ഫസ്റ്റ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. ക്ലിയർ? ദിസ് ഹാപ്പൻസ്, അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് വാലിഡ് ആവുന്നത് ഫോർ എ റിവേഴ്സിബിൾ എഞ്ചിൻ. ഐ മീൻ റിവേഴ്സിബിൾ എഞ്ചിനാണ് ഈ കൺസെപ്റ്റ് വാലിഡ് ആവുന്നത്. വിച്ച് മീൻസ് സിഗ്മ, the summation of the ratio heat transfer to the absolute temperature or heat transfer to the temperature will give you the value that is equal to 0. ഇനി ഇതേ പ്രൊസീജിയർ ഞാൻ ഒരു ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള സൈക്കിളിന് അപ്ലൈ ചെയ്യാം. ഇത് ഹിയർ ഐ ഹാവ് കൺസിഡർഡ് ഇറ്റ് ഫോർ എ റിവേഴ്സിബിൾ സൈക്കിൾ. നൗ ഐ ആം കൺസിഡറിംഗ് ഇറ്റ് ഫോർ എ ഇറിവേഴ്സിബിൾ സൈക്കിൾ between the same temperature sources. Okay, ഒരു engine ഉണ്ട്, but this engine is not reversible. It gives Q1 and say the value, let it be Q2 and this is T2. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് Q1 Q2 ഞാൻ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെസിഗ്നേഷൻ അങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ. ഇതേ എമൗണ്ട് ഓഫ് Q2 ഇവിടുത്തതും ഇവിടുത്തെ Q2 സെയിം ആവണമെന്നില്ല. സോ ഇതൊരു irreversible cycle, so that produces a work corresponding to irreversible cycle. That's why I am writing IR. Okay, irreversible or IRR എന്ന് വേണമെങ്കിൽ എനിക്ക് എഴുതാം. ഇവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് റിവേഴ്സിബിൾ എഞ്ചിൻ ആയതുകൊണ്ട് റിവേഴ്സിബിൾ വർക്കാണ്. ഇത് ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ ആയതുകൊണ്ട് അതിനെ കറസ്പോണ്ട് ചെയ്യുന്ന ഒരു വർക്ക് എന്ന് പറയുന്നത് WIRR, irreversible. And I get Q2 ന്റെ ഡിഫറൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി let it be Q2 dash. ഓക്കെ, Q2 ഡാഷ് എന്ന് നമുക്ക് സെയിം ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യണം, മനസ്സിലാക്കേണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഇത്രയും കാലം പഠിച്ചത് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഇവിടെ കിട്ടുന്ന WR, ഐ വിൽ റൈറ്റ് ഇറ്റ് ഡൗൺ അറ്റ് ഹിയർ. ഓക്കെ, സോ ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താ, WR വിച്ച് ഈസ് ദി വർക്ക് ഡൺ ഡ്യൂ ടു റിവേഴ്സിബിൾ സൈക്കിൾ. ഇവിടെ കിട്ടുന്നത് WIRR, വർക്ക് പ്രൊഡ്യൂസ് ഡ്യൂ ടു ഇറിവേഴ്സിബിൾ സൈക്കിൾ. ഏതായിരിക്കും കൂടുതൽ, ഏത് എമൗണ്ട് ആയിരിക്കും കൂടുതൽ? വി നോ ദാറ്റ് റിവേഴ്സിബിൾ പ്രോസസ് കൂടെ കിട്ടുന്ന വർക്ക് എമൗണ്ട് ആണ് ദ മാക്സിമം വർക്ക് that system can obtain. So work irreversible will be greater than work irreversible. Okay, similarly ഒരു ഡിഫറൻസ് അടുത്ത് വരുന്നത് Q2 ഉം Q2 ഡാഷും ആണ്. Q2 and Q2 ഡാഷ്. ഇവിടെ വർക്ക് ഇറിവേഴ്സിബിൾ ആണ് കുറവ് കമ്പയർഡ് ടു വർക്ക്. സോ Q2 ഡാഷ് എമൗണ്ട് ആയിരിക്കും കൂടുതൽ ദാൻ Q2. സോ ദിസ് എമൗണ്ട് the sign will be in this manner. Hope this is clear. Okay, ഇനി ഇതേ കൺസെപ്റ്റുകൾ ഞാൻ ഇവിടെയും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുകയാണ്. സോ ആസ് പെർ ദിസ് എഫിഷ്യൻസി ഓഫ് this one can be written as say 1 minus Q2 divided by Q1 അല്ലേ, ഒരു ഇറിവേഴ്സിബിൾ എഞ്ചിനാണ്. പിന്നെ ഇത് അഥവാ Q21 അല്ല, സോറി Q2 ഡാഷ്. ക്ലിയർ? ഇനി ഇത് അഥവാ ഒരു റിവേഴ്സിബിൾ സൈക്കിൾ ആയിരുന്നെങ്കിൽ, ഇതിന് കിട്ടാവുന്ന മാക്സിമം എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 1 minus T2/T1 ആണ്. ഓർ എനിക്ക് പറയാം, ഈ ടെമ്പറേച്ചർ സോഴ്സുകൾ അല്ലെങ്കിൽ തെർമൽ റിസർവോയർസിന്റെ ഇടയിൽ വർക്ക് ചെയ്യുന്നതിൽ മാക്സിമം കിട്ടാവുന്ന എഫിഷ്യൻസി ഏതാണ്? 1 minus T2/T1 ആണ്. And here it is 1 minus Q2 dash by Q1. Clear? So എനിക്ക് ഇതിന് എന്ത് ചെയ്യാം? എനിക്ക് മനസ്സിലായി, this value is the efficiency of the system. This is the efficiency if the system was reversible. അപ്പൊ ഈ വാല്യൂ ആണ് കൂടുതൽ അല്ലെ, അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം, 1 minus T2/T1 എന്ന് പറയുന്ന ഈ എഫിഷ്യൻസി വാല്യൂ ആണ് കൂടുതൽ. അത് റിവേഴ്സിബിൾ ആയിരുന്നെങ്കിൽ ഇതായിരുന്നു കൂടുതൽ ആവേണ്ടത് than 1 minus Q2 dash divided by Q1. ക്ലിയർ ആണല്ലോ? ആണ്. And here what I can do, 1 minus T2/T1 is greater than 1 minus Q2/Q1 എന്ന് പറയുമ്പോൾ ലെഫ്റ്റിലും റൈറ്റിലും എന്തുണ്ട്, 1 എന്ന് പറയുന്ന ടേം ഉണ്ട്. So I can cancel out that term. Then what will I have? Minus T2/T1
is greater than minus Q2 dash divided by Q1. ഇവിടെ രണ്ടോടത്ത് മൈനസ് സൈൻ ചെയ്തുകൊണ്ട് നമ്മൾ ത്രൂ ഔട്ട് മൈനസ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ പ്ലസ് ആവും, ഇവിടെയും പ്ലസ് ആവും. വാട്ട് ഹാപ്പൻസ് ടു ദിസ് സൈൻ? ഇത് ഇവിടേക്കുള്ള ഗ്രേറ്റർ ടെമ്പറേച്ചർ സൈഡ് ഗ്രേറ്റർ ഉള്ളത് എങ്ങോട്ട് മാറും? Q2 സൈഡിലേക്ക് ടെമ്പറേച്ചർ മാറും. സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് T2 by T1 is ലെസ് ദാൻ, അതായത് മൈനസ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇത് പ്ലസ് ആയി, മൈനസ് സൈൻ വെച്ചിട്ട് ഇത് കൺവേർട്ട് ചെയ്യുമ്പോൾ ദിസ് ബിക്കംസ് ദി ഓപ്പോസിറ്റ് വേ and Q2 dash by Q1. Clear? So ഇനി എനിക്ക് എന്ത് ചെയ്യാം? ഈ റൈറ്റ് സൈഡ് ടേമിനെ എനിക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. So or I can rearrange this one. First one I will rearrange this one. So I will get Q1 by T1 is less than Q2 dash by T2. Okay? Q1 by T1, Q2 dash by T2. എന്നിട്ട് ഈ ടേമിനെ ഞാൻ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുന്നു. സോ ഐ ഹാവ് ദാറ്റ് Q1 by T1 minus Q2 dash by T2 is less than 0. Just take note this one. And ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ Q2 dash എന്താണ്? Q2 dash is the heat energy which is being liberated from the engine. So Q2 ഇതൊരു പോസിറ്റീവ് വാല്യൂ ആയി കൺസിഡർ ചെയ്യാൻ ഇവിടെ ഒരു മൈനസ് സൈനും കൂടെ ഉണ്ടാവും. ഓക്കെ, സോ ഇൻ ടേൺ വാട്ട് ഹാപ്പൻസ് ദ ഇക്വേഷൻ? വി ഹാവ് ദ ഇക്വേഷൻ Q1 by T1 plus Q2 dash by T2 is less than 0. Or I can write it down as say sigma Q by T. If I am adding Q I by T, I add it കഴിഞ്ഞാൽ sigma Qi by Ti is equal to 0 when the engine is a reversible engine. അതുപോലെ ഞാനൊരു ഇറിവേഴ്സിബിൾ കേസിന് ഞാൻ കൺസിഡർ ചെയ്തപ്പോൾ I have got sigma Qi by Ti is less than 0. This is for an irreversible cycle. Clear ആണല്ലോ? Hope you have understood this with these diagrams. ഇനി ഇതിനെ ഞാൻ കപ്പിൾ ചെയ്യാണ്. ഓക്കെ, ഇതിനെ ഞാൻ കപ്പിൾ ചെയ്യുമ്പോൾ വാട്ട് ഐ ഗെറ്റ് ഇൻ ടേൺ? ഐ ആം ഇറേസിംഗ് ഓഫ് ദിസ്. സോ ഇത് രണ്ടിനെയും ഞാൻ കപ്പിൾ ചെയ്യുമ്പോൾ ഐ ക്യാൻ സേ ദാറ്റ് സിഗ്മ ഓഫ് Q by T is either it is equal or it is less than 0. So I can say it is less than or it is equal to 0. Or I can say it is dq by T is less than or equal to 0. Okay, this is the equation of Clausius inequality എന്ന് നമുക്ക് പറയാം. അതിൽ രണ്ട് തരത്തിൽ നമുക്ക് പറയാം. That is sigma Qi by Ti, or I can say for a reversible case this can be called as Clausius theorem. ഇവിടെ തന്നെ ഞാൻ പറയാം. So that is sigma of Q by T is equal to 0 എന്നൊരു കൺസെപ്റ്റും വരും. അതുപോലെ sigma Q by T less than 0 എന്നൊരു കൺസെപ്റ്റും കൂടെ നമുക്ക് വരുന്നുണ്ട്. രണ്ട് ഇക്വേഷൻ ആണല്ലോ ഇവിടെ ഉള്ളത്. സോ അതിന്റെ രണ്ടും നമുക്ക് നോക്കാം. If it is equal to 0, I'll just erase it off. Now, if it is sigma Q by T is equal to 0 ആണെങ്കിൽ this is called Clausius theorem. Okay, and if it is sigma Q by T is less than 0, this is called Clausius inequality. Clausius inequality. അത് രണ്ടും കൂടെ നമ്മൾ merge ചെയ്തിട്ട് ഒരൊറ്റ ഇക്വേഷൻ ആക്കി കഴിഞ്ഞാൽ it is sigma Q by T is less than or equal to 0 or dq by T is less than or equal to 0. So this is Clausius inequality. അപ്പോൾ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സ് ഒന്നെങ്കിൽ അത് റിവേഴ്സിബിൾ ആയിരിക്കും അല്ലെങ്കിൽ ഇറിവേഴ്സിബിൾ ആയിരിക്കും. റിവേഴ്സിബിൾ കേസസ് ആർ ദ ഐഡിയൽ കേസസ്. അങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുകയാണെങ്കിൽ we get that
sigma of Q by T is equal to 0. അഥവാ summation of heat transfers to the temperature അതിൻ്റെ ratio അതെന്തായിരിക്കും will be equal to 0 if it is a reversible ones. ആൻഡ് നോർമൽ റിയൽ ലൈഫിൽ കേസസിലൊക്കെ എന്താണ് ഇറിവേഴ്സിബിൾ കേസാണ് പൊതുവെ എല്ലാ പ്രോസസ്സും നടക്കാറുള്ളത്. സോ നോർമലി കാണാറുള്ള കേസ് എന്താണ് ഇനീക്വാലിറ്റി കേസാണ്. ദാറ്റ് ഈസ് സബ്മേഷൻ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ത്രൂ ഓൾ ദി എലമെന്ററി സൈക്കിൾസ് ടു ദാറ്റ് ടെമ്പറേച്ചർ കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ. അതിന്റെ സബ്മേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഓൾവേസ് ലെസ് ദാൻ 0. അതായത് ഈ പറയുന്ന കൺസെപ്റ്റുകളിൽ ഏതെങ്കിലും ഒന്നിൽ മാത്രമേ ഒരു പ്രോസസ്സ് നടക്കുള്ളൂ. ദാറ്റ് ഈസ് ഹീറ്റ് ട്രാൻസ്ഫർ ടു ടെമ്പറേച്ചർ അതിന്റെ സമ്മേഷൻ ഒന്നെങ്കിൽ ഈക്വൽ ടു 0 ആവും അല്ലെങ്കിൽ ലെസ് ദാൻ 0 ആവും. ക്ലിയർ? ഇനി ഒരാൾ ഒരു പ്രോസസ്സ് പറഞ്ഞിട്ട് അയാൾ പറയാണ് എന്റെ സമ്മേഷൻ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ടു ടെമ്പറേച്ചർ ഈസ് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് ഒരാൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ ഒരാൾ ഒരു ജഡ്ജ്മെന്റ് അയാൾ പറയുകയാണെങ്കിൽ such a case is impossible case. Such a case is impossible. ഒന്നെങ്കിൽ Q by T equal to 0 ആവും. അപ്പോൾ നമുക്ക് പറയാം അത് റിവേഴ്സിബിൾ ആണെങ്കിൽ അത് സാധ്യമാണ്. അതല്ലെങ്കിൽ എല്ലാ 99 അല്ലെങ്കിൽ 100 തന്നെ ഒക്കെ എല്ലാം ഇറിവേഴ്സിബിൾ കേസസ് ആണല്ലോ. സോ ഇറിവേഴ്സിബിൾ കേസസ് ആണെങ്കിൽ വാട്ട് ഐ ക്യാൻ സേ it is Clausius inequality. It will be less than 0. Never ever it can be greater than 0 as per thermodynamics. Sigma of Q by T it can never be greater than 0. അങ്ങനെ അയാള് അത് അങ്ങനത്തെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ such an engine is an impossible case. ഏതുപോലെ നമ്മുടെ ഒരു എൻജിൻ, നമ്മുടെ കയ്യിലുള്ള ഒരു എൻജിന് കാർനോട്ട് എൻജിനെക്കാട്ടിലും എഫിഷ്യൻസി ഉണ്ട് എന്നുള്ള കൺസെപ്റ്റ് വന്നാൽ നമ്മൾ എന്താ പറയാ, ഇറ്റ് ഈസ് ആൻ ഇമ്പോസിബിൾ കേസ് എന്ന് പറയില്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെയും എന്ത് സിഗ്മ ക്യൂ ബൈ ടി ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആൻ ഇംപോസിബിൾ കേസ്. അങ്ങനത്തെ ഒരു കേസിന് യാതൊരു സാധ്യതയുമില്ല, അത് പോസിബിൾ അല്ല എന്നതാണ് അതിന്റെ ഉദ്ദേശം. സോ ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ ഐദർ സിഗ്മ ക്യൂ ബൈ ടി വിൽ ബി ഈക്വൽ ടു 0 ഇഫ് ഇറ്റ് ഈസ് റിവേഴ്സിബിൾ, ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ആൻ ഇറിവേഴ്സിബിൾ പ്രോസസ് നോർമലി ഇറ്റ് ഈസ് ലെസ് ദാൻ 0. ആൻഡ് നമ്മൾ കമ്പൈൻ ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, സിഗ്മ ക്യൂ ബൈ ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ഒന്നിച്ച് ഇങ്ങനെ എഴുതും, അല്ലെങ്കിൽ ഇങ്ങനെയും നമ്മൾ മെൻഷൻ ചെയ്യാറുണ്ട്. ആൻഡ് when it is equal to 0 we call it as Clausius theorem, and when it is less than 0 we specially mention it as Clausius inequality. ഇനി ഇത് രണ്ടും പലപ്പോഴും ചിലപ്പോൾ ക്വസ്റ്റ്യൻസിൽ തരാറുള്ളത് ക്ലോഷ്യസ് തിയറം പറയും, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ക്ലോഷ്യസ് ഇനീക്വാലിറ്റി ആയിരിക്കും. ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. ഏതുമായിട്ടാണ് കൺഫ്യൂഷൻ വരിക? കൺഫ്യൂഷൻ വരിക ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റുമായിട്ടാണ്. ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ്. സോ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ പഠിച്ചതാണ്. ഏതാണ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ്? ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലോനെ കറസ്പോണ്ടിങ് ചെയ്യുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഒന്ന് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റും മറ്റേത് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റും. ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ അവിടെ നമ്മൾ സെക്കൻഡ് ലോയുടെ സ്റ്റേറ്റ്മെന്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് പറയേണ്ടത്. സോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ക്ലോഷ്യസ് തിയറം അല്ലെങ്കിൽ ഇനീക്വാലിറ്റി എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ കാണിക്കേണ്ടത്. ഇനി ഈ ഇക്വേഷൻ അഥവാ dq by t is equal to 0, it is less than or equal to 0, അതല്ലെങ്കിൽ I can say sigma q by t. Now ഈ ഒരു ഇക്വേഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, this is the mathematical expression for second law of thermodynamics. ഒരു സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ കൺസെപ്റ്റ് നമ്മൾ പഠിച്ചു. അതിലെ എന്തൊക്കെയാണ് അതിന്റെ ഡയറക്ഷണൽ വേ, എങ്ങനെയത് മറ്റേ എനർജി ട്രാൻസ്ഫറിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, അതേപോലെ ആ കാര്യങ്ങളെല്ലാം നമ്മൾ സ്റ്റേറ്റ്മെന്റ് വഴി പഠിച്ചു. പൊതുവെ നമ്മൾ ഫസ്റ്റ് ലോന് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, പക്ഷെ ഏതൊക്കെ പ്രോസസ്സ് ഫീസിബിൾ ആണോ അല്ലേ എന്നൊന്നും നമുക്കറിയില്ല. സെക്കൻഡ് ലോയുടെ ആവശ്യകത അതുകൊണ്ട് തന്നെയാണല്ലോ നമുക്ക് വന്നത്. സോ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഒരു എക്സ്പ്രഷൻ ആണ് എന്ത്, ഈ പറയുന്ന dq by t. അതുകൊണ്ട് തന്നെ ഈ എക്സ്പ്രഷനിൽ നമുക്ക് ഒരു ഇറിവേഴ്സിബിലിറ്റിയും കൂടെ കാണാൻ കഴിയും. സോ സി ഓൺ ടു ദിസ് ഇക്വേഷൻ. സിഗ്മ ക്യൂ ബൈ ടി എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണ് വെൻ ഇറ്റ് ഈസ് റിവേഴ്സിബിൾ. പക്ഷെ 0-നേക്കാട്ടിലും കുറവാണ് എന്ത്, ഇറിവേഴ്സിബിൾ ആണെങ്കിൽ. അപ്പൊ അതിനർത്ഥം ഒരു ഇറിവേഴ്സിബിലിറ്റി ഫാക്ടർ എന്തോ ഉണ്ട് എന്ന് നമുക്ക് ഓരോ പ്രോസസ്സിലും ഒരു ഇറിവേഴ്സിബിലിറ്റി ഫാക്ടർ എന്തോ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഒരു ഇറിവേഴ്സിബിൾ സൈക്കിളിന് ആ ഇറിവേഴ്സിബിലിറ്റി ഫാക്ടേഴ്സും കൂടെ കൂട്ടിക്കഴിയുകയാണെങ്കിൽ ഐ ക്യാൻ ഗെറ്റ് ദ വാല്യൂ ആസ് 0. ക്ലിയർ? ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. റിവേഴ്സിബിൾ സൈക്കിളിന് സിഗ്മ ഓഫ് ക്യൂ ബൈ ടി 0.
പക്ഷെ ഇറിവേഴ്സിബിൾ ഇറ്റ് ഈസ് ലെസ് ദാൻ 0. സോ ദർ ഇസ് സം ഇറിവേഴ്സിബിലിറ്റി പ്രോസസ്. അപ്പോൾ ഒരു സിസ്റ്റത്തിൽ കുറച്ച് ഇറിവേഴ്സിബിലിറ്റീസ് ഉണ്ട് എന്നും കൂടെ നമുക്ക് ഈ ഒരു എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ചില പ്രോബ്ലത്തിന് നമുക്ക് അതിൻ്റെ ഇറിവേഴ്സിബിലിറ്റീസിൻ്റെ ഫാക്ടേഴ്സ് തരികയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഈ ഇക്വേഷൻ്റെയും ആവശ്യകത വന്നേക്കാം. നോട്ട് നെസസറിലി ഇറ്റ് മേ ബി യൂസ്ഫുൾ, ബട്ട് ഫോർ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈവൻ വി ക്യാൻ എക്സ്പെക്ട് ഫോർ അവർ യൂണിവേഴ്സിറ്റി ഓൾസോ. സോ നമ്മൾ ചില പ്രോബ്ലംസ് നമ്മൾ നോക്കിപ്പോവും. സോ അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, ഡീൽ ചെയ്യാം. സോ യു ക്യാൻ സീ ദാറ്റ് ക്ലോഷ്യസ് ഇനീക്വാലിറ്റി എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമുക്ക് കാണാം. ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് യൂണിവേഴ്സിറ്റി APJ KTU യൂണിവേഴ്സിറ്റീൻ്റെ കീഴിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസിന് വരാൻ കണ്ടിട്ടുണ്ട്. ഇനി ഇതല്ലാത്ത രീതിയിലും വി ക്യാൻ പ്രൂവ് ദാറ്റ് ഈസ് Q/T എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഈസ് ഈക്വൽ ടു ഓർ ലെസ് ദാൻ ഈക്വൽ ടു 0 എന്നത് നമുക്കൊരു റിവേഴ്സിബിൾ സൈക്കിൾ, അതായത് ഒരു PV ഡയഗ്രാം സൈക്കിളിലും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൂവ് ചെയ്യാം. നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു പ്രൂഫ് മനസ്സിലാക്കിയാൽ മതി. ജസ്റ്റ് ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ് ചില ടെക്സ്റ്റ് ബുക്കുകളിൽ അതാണ് കാണുന്നത്. സോ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് ചൂസ് ചെയ്യാം. സോ അതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ അത് വളരെ സിമ്പിൾ ആണ്, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. ഇഫ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ് കൺസെപ്റ്റ് ക്ലിയർലി ഇറ്റ് ഈസ് വെരി ഈസി. സോ ഞാനൊരു PV ഡയഗ്രാം വരയ്ക്കുക. ഐ ഹാവ് എ PV ഡയഗ്രാം വിത്ത് മീ ആൻഡ് അതിൽ സേ ഒരു റിവേഴ്സിബിൾ സൈക്ലിക് പ്രോസസ് ആണ്, റിവേഴ്സിബിൾ ആയിരിക്കണം. ഒരു റിവേഴ്സിബിൾ സൈക്കിൾ ഞാൻ അസ്യൂം ചെയ്യുന്നു ഓഫ് സേ ഇറ്റ് ലെറ്റ് ബി എനി പ്രോസസ്. ഏതാണ്ട് ഒരു റിവേഴ്സിബിൾ സൈക്കിൾ ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യാം. സോ സേ ഒരു PV ഡയഗ്രത്തിൽ എനിക്ക് ഒരുപാട് റിവേഴ്സിബിൾ അഡിയബാറ്റിക്സ് എനിക്ക് വരക്കാം അല്ലേ. സോ ഐ ആം ഡ്രോയിങ് മെനി റിവേഴ്സിബിൾ അഡിയബാറ്റിക്സ്. ഒരു PV ഡയഗ്രത്തിൽ റിവേഴ്സിബിൾ അഡിയബാറ്റിക് കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ പാരലൽ ആയിട്ടാണ് നിങ്ങൾക്ക് പോവുക. ആൻഡ് ഞാൻ അതിൽ ഏതെങ്കിലും ചില പ്രോസസ്സുകൾ മാത്രം എടുത്തു. അതായത് ഞാൻ ഈ മൊത്തം റിവേഴ്സിബിൾ സൈക്കിളിനെ ഞാൻ ഡിവൈഡ് ചെയ്യാണ്. സേ ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട്, മേ ബി ഇതിനായിട്ട് ടച്ച് ചെയ്ത് പോകുന്നതാണ്. ലെറ്റ് ദിസ് ബി ദ ഫോർത്ത് പാർട്ട്. ഐ ആം ഗിവിംഗ് നെയിംസ് എ B C D E F. ഓക്കെ, ഇനി വേണമെങ്കിൽ ഇവിടെ G എന്നും ദിസ് പോയിന്റ് ലെറ്റ് ഇറ്റ് ബി H. അതായത് എനിക്ക് വേണമെങ്കിൽ ഒരു സൈക്ലിക് പ്രോസസ് സേ ABCHDEFG എന്ന രീതിയിൽ എനിക്ക് പറയാം. ആ സൈക്കിള് മനസ്സിലാക്കി പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അങ്ങനെ കാണിച്ചത്. അപ്പൊ ഞാനൊരു സൈക്ലിക് ആയിട്ടുള്ള റിവേഴ്സിബിൾ പ്രോസസ്സിനെ ഞാൻ ഒരുപാട് റിവേഴ്സിബിൾ അഡിയബാറ്റിക്സ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. സി, നിങ്ങൾ ഇതിന്റെ ഒറിജിനൽ ഗ്രാഫ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ PV ഡയഗ്രത്തിൽ ഒരു റിവേഴ്സിബിൾ അഡിയബാറ്റിക്സ് എങ്ങനെയാണ് പോകുന്നത് കണ്ടാൽ, സി ഞാൻ ഇവിടെ കുറച്ച് ഡിസ്റ്റൻസിലാണ് AF ആൻഡ് BE എന്ന് പറയുന്ന ലൈൻസ് കാണിച്ചത്. ഇത് രണ്ടും റിവേഴ്സിബിൾ അഡിയബാറ്റിക് ലൈൻസ് ആണ്. ഏത് ഈ ലൈനും ഈ ലൈന് ഇതും ഒക്കെ റിവേഴ്സിബിൾ അഡിയബാറ്റിക്സ് ആണ്. സോ റിവേഴ്സിബിൾ അഡിയബാറ്റിക് ലൈൻസ് AFഉം BEയും ആണ്. ഇത് ഇത്ര ഡിസ്റ്റൻസ് ഉണ്ടാവില്ല, ഇത് വളരെ അടുത്തായിരിക്കും. ഇറ്റ് ഈസ് വെരി വെരി നിയർ. അത്രയും ഡിസ്റ്റൻസ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി കുറച്ച് ഡിസ്റ്റൻസ് വരച്ചെന്നുള്ളൂ. എത്രത്തോളം നിയർ ആണെന്ന് പറഞ്ഞാൽ ഐ ക്യാൻ സേ ദാറ്റ് പോയിന്റ് A ആൻഡ് B ആർ വെരി മച്ച് ദ സെയിം പോയിന്റ് ആണ് എന്ന് വരെ എനിക്ക് പറയാൻ പറ്റും. ദാറ്റ് മീൻസ് ദ ടെമ്പറേച്ചർ അറ്റ് A ഈസ് ഈക്വൽ ടു ദി ടെമ്പറേച്ചർ അറ്റ് B. അങ്ങനെ എനിക്ക് പറയാൻ പറ്റും. കാരണം എന്താ, അത് അത്രയും അടുത്തിട്ടുള്ള ലൈൻസ് ആണ് റിവേഴ്സിബിൾ അഡിയബാറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ അത്രയും അടുത്തായതുകൊണ്ട് അതിന്റെ ടെമ്പറേച്ചർ പോലും സെയിം ആണെന്നാണ് പറയുന്നത്. സോ ഇത് നമുക്കറിയാം. ഇത് ഇപ്പോൾ സി ഐ ആം ടേക്കിംഗ് ദ സൈക്കിൾ ABEF. ഈ സൈക്കിൾ ഞാൻ എടുക്കുകയാണ്, ABEF. ഈ സൈക്കിൾ എടുക്കുമ്പോൾ യു ക്യാൻ സീ ദാറ്റ് അപ്പോൾ എയും ബിയും ഒരേ ടെമ്പറേച്ചർ ആണെങ്കിൽ അതുപോലെ തന്നെ ആയിരിക്കും എഫും ഇയും. എഫും ഇന്റെയും ടെമ്പറേച്ചർ എന്തായിരിക്കും, സെയിം ആയിരിക്കും. സോ ഐ ക്യാൻ സേ ദീസ് പ്രോസസ് AB പ്രോസസ് ആൻഡ് EF പ്രോസസ് ആർ ഐസോതെർമൽ പ്രോസസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ കാരണം, ടെമ്പറേച്ചർ സെയിം ആണ് ആ രണ്ട് പോയിന്റിന്. അപ്പൊ ഇതിന്റെ ഇടയിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും അത് ആ പ്രോസസ് എന്തായിരിക്കും, ഐസോതെർമൽ പ്രോസസ് ആയിരിക്കും. സോ ദീസ് ടു ആർ ഐസോതെർമൽ പ്രോസസ്. മാത്രമല്ല FAയും BEയും എന്ത് പ്രോസസ്സാണ്, നമ്മൾ പറഞ്ഞു ഇത് അഡിയബാറ്റിക് റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ് ആണെന്ന് പറഞ്ഞു അല്ലേ.
So isothermal process, reversible adiabatic process, isothermal process, reversible adiabatic process. Cyclic ആയിട്ട് പോകുമ്പോൾ നമുക്ക് കാണാം ഇവിടെ എക്സ്പാൻഷൻ നടക്കുന്നു, ഇവിടെ കംപ്രഷൻ നടക്കുന്നു. സോ ദിസ് ഇൻ ടേൺ ABEF എന്ന് പറയുന്നത് ഒരു കാർനോട്ട് സൈക്കിൾ ആണ് അല്ലെ? എല്ലാം റിവേഴ്സിബിൾ ആണ്. ഇത് റിവേഴ്സിബിൾ അഡിയാബാറ്റിക്സ് ആണ്. ഇതൊരു റിവേഴ്സിബിൾ സൈക്കിളിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു. ബട്ട് വി ഫൗണ്ട് ഇറ്റ് ഔട്ട് ദാറ്റ് ദീസ് ആർ ഐസോതെർമൽ പ്രോസസ്. സോ ഐസോതെർമൽ പ്രോസസ്, അഡിയാബാറ്റിക് പ്രോസസ്, ഐസോതെർമൽ പ്രോസസ്, അഡിയാബാറ്റിക് പ്രോസസ്. ഒന്ന് കംപ്രഷൻ, ഒന്ന് എക്സ്പാൻഷൻ ആണെങ്കിൽ മറ്റേത് കംപ്രഷൻ ആയിരിക്കും. സോ ദീസ് ABEF റെപ്രസെന്റ്സ് ആൻഡ് കാർനോട്ട് സൈക്കിൾ. ഒരു കാർനോട്ട് സൈക്കിളിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഇതേ എക്സ്പ്ലനേഷൻസ് വെച്ചിട്ട് എനിക്ക് എന്തും പറയാം. ഐ ക്യാൻ അഗെയിൻ സേ ദാറ്റ് BCDE, അതായത് BCDEB, എഫ് വേണ്ടി നല്ലൊരു സൈക്കിൾ എന്ന് പറയാൻ പറ്റും. യു ഷുഡ് നെയിം ഇറ്റ് ആസ് BCDEB. സോ ഈ പറയുന്ന സൈക്കിളും ഇതൊരു എലമെന്ററി പാർട്ടാണ്, ഇതൊരു എലമെന്ററി പാർട്ടാണ്. ഈ എലമെന്ററി പാർട്ടും എന്താണ്? അതും കാർനോട്ട് സൈക്കിൾ തന്നെയാണ്. കാരണം ഇവിടെയും temperature of B and C will be very very near, so they are same. And similarly temperature E and D, those two are also near points, so temperatures are the same. These are reversible adiabatics. അപ്പോൾ ഇത് അടുത്ത കാർനോട്ട് സൈക്കിൾ ആയിട്ടാണ്. അപ്പൊ എനിക്കിപ്പോ ഇത് ഞാൻ കുറച്ച് ഡിസ്റ്റൻസിൽ വരച്ചു എന്നുള്ളൂ. ഇതിന്റെ ഇടയിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റിവേഴ്സിബിൾ അഡിയാബാറ്റിക്സ് എനിക്ക് കാണിക്കാൻ കഴിയും. സോ ഞാനിപ്പോ ഒരു എക്സാമ്പിളിൽ ഞാൻ ഈ BE എന്ന് പറയുന്ന ഈ പ്രോസസ്സ് മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ABEFA എന്ന് പറയുന്ന ഈ എലമെന്ററി സൈക്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ BE എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ്. അത് എന്താണ്? എക്സ്പാൻഷൻ ആണ്. അപ്പൊ അവിടെ വർക്ക് എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വർക്ക് ഈസ് ബീങ് പ്രൊഡ്യൂസ് ഓർ വർക്ക് ഈസ് ബീങ് ലിബറേറ്റഡ്. നമ്മൾ കാർനോട്ട് സൈക്കിൾ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, പഠിച്ചവർക്ക് അറിയാം. അതേ BE ആണ് അടുത്ത എലമെന്ററി സൈക്കിൾ ആയിട്ടുള്ള BCDEക്ക് എന്താണ്? അടുത്ത എലമെന്ററി സൈക്കിൾക്ക് ഇത് ലെഫ്റ്റ് സൈഡിലാണ്. സോ വാട്ട് ഹാപ്പൻസ്? ദ പാത്ത് ഈസ് ഗോയിങ് ഇൻ ദിസ് മാനർ. സോ ഹിയർ വർക്ക് ഈസ് ബീങ് കൺസ്യൂംഡ്. അഥവാ ഇവിടെ ഫസ്റ്റത്തെ എലമെന്ററി സൈക്കിൾ നോക്കുമ്പോൾ BE എന്ന് പറയുന്നത് വർക്ക് പ്രൊഡ്യൂസിങ് ആണ്, അഥവാ എക്സ്പാൻഷൻ ആണ്. അടുത്ത എലമെന്ററി സൈക്കിൾ നോക്കുമ്പോൾ വർക്ക് കൺസംഷൻ ആണ്, ആൻഡ് ഇറ്റ് ഈസ് എ കംപ്രഷൻ. സോ ഇങ്ങനെ തന്നെയാണ് എത്ര ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റിവേഴ്സിബിൾ അഡിയാബാറ്റിക്സ് ഇതിന്റെ അടിയിൽ ഉണ്ടെങ്കിൽ എല്ലാത്തിനും ഇതേ പ്രോസസ് ആണ് ഉണ്ടാവുക. സോ വാട്ട് ഐ ക്യാൻ സേ ഈസ് ദാറ്റ് ഈ റിവേഴ്സിബിൾ അഡിയാബാറ്റിക് ആയിട്ടുള്ള BEന് യാതൊരു ഇഫക്റ്റും ഇല്ല. കാരണം അത് വർക്ക് കൊടുക്കുന്നുണ്ട്, അതുപോലെ വർക്ക് തിരിച്ച് കൺസ്യൂം ചെയ്യുന്നുണ്ട്. സോ ദ ഹോൾ ഇന്ററാക്ഷൻസ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഹീറ്റ് ട്രാൻസ്ഫർ ഒക്കറിങ് അറ്റ് ദി ഐസോതെർമൽ കണ്ടീഷൻസ്. ഹീറ്റ് ട്രാൻസ്ഫർ എന്താണോ ഐസോതെർമൽ കണ്ടീഷൻസിൽ നടക്കുന്നത് അതിനെ മാത്രം ഡിപ്പെൻഡഡ് ആണ്. സോ ഐ ക്യാൻ സേ ദാറ്റ് സിഗ്മ ഓഫ് Q/T റിവേഴ്സിബിൾ സൈക്കിൾ ആയതുകൊണ്ട് ഇറ്റ് വിൽ ബി ഓൾവേസ് ഈക്വൽ ടു 0 എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രൊസീഡ് ചെയ്യാം. ആൻഡ് വൺസ് ഇറ്റ് ഈസ് ആൻ ഇറിവേഴ്സിബിൾ സൈക്കിൾ, നോർമലി എന്തായാലും അത് 0 ആവില്ല എന്നും ലെസ് ദാൻ 0 ആവും എന്ന് പറയാം. സോ ദീസ് ആർ ടു വേസ് ഓഫ് എക്സ്പ്ലെയിനിങ്. വിച്ച് വൺ യു ഫീൽ ആസ് ഈസി യു ക്യാൻ സ്റ്റിക്ക് ഓൺ ടു ദാറ്റ്. ഇനിയിപ്പോൾ രണ്ടും നിങ്ങൾക്ക് അറിയാമെങ്കിൽ രണ്ടും പഠിച്ചു വെച്ചാൽ നല്ലതാണ്. സോ ദിസ് ഈസ് ഇൻ സം ടെക്സ്റ്റ് ബുക്ക് യു ക്യാൻ സീ ദിസ് സോർട്ട് ഓഫ് എക്സ്പ്ലനേഷൻ. സോ all together what we are concluding is that Clausius inequality statement എന്ന് വെച്ചാൽ the summation of heat transfer in an elementary cycle to the respective temperature. അതിന്റെ റെസ്പെക്റ്റീവ് ടെമ്പറേച്ചർ സമ്മേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി either less than or equal to 0. Either less than or equal to 0. If it is less than 0, it means it is an irreversible cycle. And if it is equal to 0 means it is a reversible cycle. And ഇത് എന്ന് പറയുന്നത് second law of thermodynamics ന്റെ ഒരു mathematical expression ആണ്. And from this expression we get to know the term of irreversibility. Irreversibility is represented as I. അങ്ങനെ ഒരു ഇറിവേഴ്സിബിലിറ്റി ഫാക്ടറും കൂടെ പ്രോസസ്സിന് ഉണ്ടാവും എന്നുള്ള ഒരു കൺസെപ്റ്റും കൂടെ നമുക്ക് ഈ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്നാണ് മനസ്സിലാവുന്നത്. സോ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ് കൺസെപ്റ്റ് ക്ലോഷ്യസ് ഇനീക്വാലിറ്റി. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ക്ലോഷ്യസ് ഇനീക്വാലിറ്റിയും കാർനോട്ടിന്റെ എഫിഷ്യൻസിയും വെച്ചിട്ട് രണ്ടിന്റെയും മറ്റേ ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് ചില സൈക്കിൾസ് പോസിബിൾ ആണോ ചില സൈക്കിൾസ് പോസിബിൾ അല്ലേ എന്നുള്ള കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ
നമുക്ക് ചിലപ്പോൾ പ്രോബ്ലത്തിൽ ചോദിക്കാറുണ്ട് ചിലപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി. വി വിൽ ഡു സം ഓർ ടു പ്രോബ്ലംസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ആൻഡ് മാത്രമല്ല ഈ ക്ലോഷ്യസ് ഇനീക്വാലിറ്റിന്റെ കണ്ടിന്യൂഷൻ ആണ് ശേഷമാണ് അടുത്തൊരു മേജർ ടോപ്പിക് വരുന്നത്, വിച്ച് ഈസ് എൻട്രോപ്പി. എൻട്രോപ്പി വിശദീകരിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ദോ സിലബസിൽ ചെറിയ ചെറിയ ടേംസ് ആണെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഒരുപാട് നമുക്ക് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.